ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും MA ഹിസ്റ്ററിയുടെ MH105 എന്ന ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ എക്കണോമി എന്ന ടൈറ്റിലുള്ള പേപ്പറിന്റെ ഡിസ്കഷനിലോട്ട് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തീം 1 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ യൂണിറ്റ് നമ്പർ 1 ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ തീമിന്റെ തന്നെ യൂണിറ്റ് നമ്പർ 2 ആണ്. ഈ യൂണിറ്റ് നമ്പർ 2വിന്റെ ടൈറ്റിൽ എങ്ങനെയാണ്? ഹിസ്റ്റോറിയോഗ്രഫി ഓഫ് ദി മിഡീവൽ എക്കണോമി എന്നാണ്. അതായത് ഈ ഒരു യൂണിറ്റിൽ മെയിൻ ആയിട്ട് പറയുന്നത് മിഡീവൽ എക്കണോമിയെ പറ്റിയിട്ട് പഠിച്ചിട്ടുള്ള ചരിത്രകാരന്മാർ, അതുപോലെ തന്നെ അവരുടെ ആർഗ്യുമെന്റുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ ഒരു യൂണിറ്റിന്റെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത്. ഫേമസ് ആയിട്ടുള്ള ഹിസ്റ്റോറിയൻസ് ആരൊക്കെയാണ് ഫേമസ് ആയിട്ടുള്ള കൊളോണിയൽ ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻസ് ആരൊക്കെയാണ്, ഇന്ത്യൻ ഹിസ്റ്റോറിയൻസ് ആരൊക്കെയാണ്, അവരെങ്ങനെയാണ് മിഡീവൽ ഇന്ത്യൻ എക്കണോമിയെ സ്റ്റഡി ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് ഈ ഒരു യൂണിറ്റിന്റെ മെയിൻ കണ്ടന്റ്. അവരുടെ മെയിൻ ആർഗ്യുമെന്റുകൾ എന്താണ്, അതേപോലെ തന്നെ നാഷണലിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താണ്, അതേപോലെ തന്നെ മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താണ്, അതേപോലെ തന്നെ റിവിഷനിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതൊക്കെയാണ് ഈ യൂണിറ്റ് നമ്പർ 1ന്റെ ഒരു മെയിൻ കണ്ടന്റ്സ് എന്ന് പറയുന്നത്. സോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അതുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി MH105 ഹിസ്റ്ററി പേപ്പറിലോട്ട് സ്വാഗതം. നമുക്ക് ആദ്യം കൊളോണിയൽ പെർസെപ്ഷൻ അല്ലെങ്കിൽ ഈ ഫേമസ് ആയിട്ടുള്ള കൊളോണിയൽ ഹിസ്റ്റോറിയൻസ്, മിഡീവൽ ഇന്ത്യൻ എക്കണോമിയെ പഠിച്ചിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള കൊളോണിയൽ ബ്രിട്ടീഷ് ചരിത്രകാരന്മാരെ പറ്റിയിട്ടൊന്ന് നോക്കാം. അവരുടെ വർക്ക്, അവരുടെ ആർഗ്യുമെന്റുകൾ എന്തൊക്കെയാണ് എന്നൊക്കെ ഒന്ന് നോക്കാം. ഇപ്പൊ നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ബ്രീഫ് ഐഡിയ തന്നിട്ടുണ്ടായിരുന്നു. ഈ കൊളോണിയൽ ചരിത്രകാരന്മാര് നമ്മൾ മോർലൻഡിനെ പറ്റിയിട്ടൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ കുറെ കൂടെ ഡീറ്റെയിൽ ആയിട്ട് മോർലൻഡിനെ പറ്റിയാണ് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇപ്പൊ നമ്മൾ ബ്രിട്ടീഷ് ഹിസ്റ്റോറിയന്മാരുടെ കൂട്ടത്തിൽ നമ്മൾ മോർലൻഡിനെയാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. കാരണം ഇന്ത്യൻ എക്കണോമിക് ഹിസ്റ്ററിക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ എക്കണോമിക് ഹിസ്റ്റോറിയോഗ്രഫിക്ക് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുള്ള ഒരാളാണ് WH മോർലൻഡ്. അപ്പൊ അദ്ദേഹത്തെ പറ്റിയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റുകൾ എന്തൊക്കെയാണ്, എസ്പെഷ്യലി ഇൻ ടേംസ് ഓഫ് മിഡീവൽ എക്കണോമി എന്താണെന്നുള്ളത് കാര്യം നമുക്ക് നോക്കാം. അപ്പൊ WH മോർലൻഡ്, അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾ ഓർത്തിരിക്കുക. അദ്ദേഹം ഒരു ബ്രിട്ടീഷ് എക്കണോമിക് ഹിസ്റ്റോറിയൻ ആണ്. അദ്ദേഹം ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് മിഡീവൽ ഇന്ത്യൻ എക്കണോമിയാണ്. ആൻഷ്യന്റ് അദ്ദേഹം നോക്കിയിട്ടുണ്ടായിരുന്നില്ല, മോഡേൺ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രൈം ഫോക്കസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മെയിൻ ഏരിയ ഓഫ് സ്റ്റഡി എന്ന് പറയുന്നത് മിഡീവൽ ഇന്ത്യ ആണ്. ഇപ്പൊ നമ്മളെ ഡൽഹി സൽത്തനറ്റും അതേപോലെ തന്നെ മുഗളുടെ ഒക്കെ ടൈമിലുള്ള ഇന്ത്യൻ എക്കണോമി എങ്ങനെയാണ് എന്നാണ് WH മോർലൻഡ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ പഠനത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം 3 ഫേമസ് ആയിട്ടുള്ള ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. ഒന്ന് ഇന്ത്യ അറ്റ് ദ ഡെത്ത് ഓഫ് അക്ബർ, ആൻ എക്കണോമിക് സ്റ്റഡി. 1920 അദ്ദേഹം ആ ബുക്ക് എഴുതുന്നത്. പിന്നീട് ഒരു 3 വർഷം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം മറ്റൊരു ബുക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു 1923. ആ ബുക്കിന്റെ പേര് ഇങ്ങനെയാണ്, ഫ്രം അക്ബർ ടു ഔറംഗസീബ്, എ സ്റ്റഡി ഇൻ ഇന്ത്യൻ എക്കണോമിക് ഹിസ്റ്ററി എന്നാണ് ആ ബുക്കിന്റെ പേര്. പിന്നീട് ഒരു 6 വർഷത്തെ ഒരു ഗ്യാപ്പിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ മാഗ്നം ഓപ്പസ് എന്നൊക്കെ വിളിക്കുന്ന, അദ്ദേഹത്തിന്റെ മെയിൻ വർക്ക് എന്നൊക്കെ വിളിക്കുന്ന അഗ്രേറിയൻ സിസ്റ്റം ഓഫ് മുസ്ലിം ഇന്ത്യ എന്ന ബുക്ക് അദ്ദേഹം എഴുതുന്നത് 1929. അപ്പൊ ഇതിൽ ആ ടൈറ്റിൽ തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു പെർസ്പെക്റ്റീവ് നമുക്ക് വളരെയധികം വിസിബിൾ ആണ്. കാരണം എന്താണ്, ആ ബുക്കിന്റെ ടൈറ്റിൽ ഇങ്ങനെയാ പോകുന്നത്, അഗ്രേറിയൻ സിസ്റ്റം ഓഫ് മുസ്ലിം ഇന്ത്യ എന്നാണ് വിളിക്കുന്നത്. കാരണം ഈ ബ്രിട്ടീഷ് ചരിത്രകാരന്മാരുടെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ ഈ മിഡീവൽ ഇന്ത്യ മുസ്ലിം പീരീഡ് ആയിട്ടാണ് അവർ കാണുന്നത്. പക്ഷെ മിഡീവൽ ഇന്ത്യയിൽ ഒരുപാട് എന്തായിട്ടുണ്ട്, നോൺ മുസ്ലിംസ് ആയിട്ടുള്ള ആളുകൾ റൂൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് കാണിക്കുന്നത്, ഈ ടൈറ്റിൽ തന്നെ കാണിക്കുന്നത് അദ്ദേഹത്തിന്റെ ആ ഒരു പ്രിജുഡിസ് മൈൻഡ് ആണ് കാണിക്കുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അവർ ഇന്ത്യയുടെ മിഡീവൽ ഹിസ്റ്ററിയെ നോക്കി കണ്ടിട്ടുണ്ടായിരുന്നത് റിലീജിയസ് സൈഡിൽ നിന്നാണ്. അവർക്ക് മിഡീവൽ എസ്പെഷ്യലി ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻസിന് മിഡീവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം പീരീഡ് ആണ്. അപ്പൊ അതങ്ങനെയല്ല, അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, UG PG ക്ലാസ്സുകളിലൊക്കെ നമ്മൾ അത് പഠിച്ചിട്ടുണ്ട്. അപ്പം ഈ അദ്ദേഹത്തിന്റെ ഒരു മെയിൻ ഡ്രോബാക്ക് എന്ന് പറയുന്നത് അത് തന്നെയാണ്. കാരണം ഈ ഹിസ്റ്ററിയെ ഈ ട്രൈ ടു പെർസീവ് ഹിസ്റ്ററി ത്രൂ റിലീജിയസ് സെൻസ് അല്ലെങ്കിൽ ത്രൂ റിലീജിയസ് ലെൻസ് ഓഫ് റിലീജിയൻ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാവുന്നതാണ്. അപ്പം ഇദ്ദേഹത്തിന്റെ മെയിൻ ആയിട്ടുള്ള 3 വർക്കുകൾ, അതിൻ്റെതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. അത് നമുക്ക് വഴിയെ ഡിസ്കസ് ചെയ്യാം. അപ്പൊ അദ്ദേഹം ഇതിനെ പറ്റിയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു.
ആഹ് അപ്പൊ ഇദ്ദേഹം ഇന്ത്യൻ എസ്പെഷ്യലി മിഡീവൽ ഇന്ത്യൻ എക്കണോമിയെ പറ്റിയിട്ട് പഠിക്കാനുള്ള ഒരു റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഈ കൊളോണിയൽ പീരീഡിനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം, അല്ലെങ്കിൽ കൊളോണിയൽ പീരീഡ് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാര് എങ്ങനെയാണ് ഇന്ത്യൻ എക്കണോമിയെ സ്ട്രെങ്തൻ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ നല്ല കാര്യങ്ങൾ ബ്രിട്ടീഷുകാർ, എന്തൊക്കെ സോക്കോൾഡ് നല്ല കാര്യങ്ങൾ ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാർക്ക് ചെയ്തു കൊടുത്തു എന്നുള്ളതൊക്കെ അത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി, ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടി. കാരണം മിഡീവൽ പീരീഡിൽ എസ്പെഷ്യലി ഈ മുഗൾസിന്റെ ഒക്കെ പീരീഡിൽ ഇന്ത്യയുടെ എക്കണോമി വളരെ പുറകിലായിരുന്നു, ആളുകളെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു എക്കണോമി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ബ്രിട്ടീഷുകാരാണ്. അപ്പൊ അതുകൊണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കേണ്ടത് ഇന്ത്യക്കാരുടെ ആവശ്യമാണ് എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ വർക്കിലൂടെ മെയിൻ ആയിട്ട് ആർഗ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു ആർഗ്യുമെന്റ് നടത്താൻ വേണ്ടിയിട്ട്, ബ്രിട്ടീഷുകാരെ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം എന്താക്കിയിട്ടുണ്ടായിരുന്നത്, ഈ 3 ബുക്കുകളും എഴുതിയിട്ടുണ്ടായിരുന്നത് ഇന്ത്യൻ എക്കണോമിയെ പറ്റിയിട്ട്. എസ്പെഷ്യലി മിഡീവൽ പീരീഡിലെ ഇന്ത്യൻ എക്കണോമി അദ്ദേഹം പഠിച്ചിട്ടുണ്ടായിരുന്നതും ഇതിനു വേണ്ടി. ബ്രിട്ടീഷുകാരുടെ അച്ചീവ്മെന്റ്, ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് എന്തൊക്കെ കൊടുത്തു, ഇന്ത്യക്കാർക്ക് എന്തൊക്കെയാണ് എക്കണോമിക്കലി എന്തൊക്കെ ബെനിഫിറ്റ് ആണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യ ഭരിച്ച സമയത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നത്, ഇന്ത്യയുടെ GDP ഉയർന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഇത് അദ്ദേഹം ഈ 3 ബുക്കുകൾ എഴുതാനുള്ള ഒരു റീസൺ അത് തന്നെയാണ്. കാരണം എല്ലാ കൊളോണിയൽ ചരിത്രകാരന്മാരും ഹിസ്റ്ററി എഴുതിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു എയിം അല്ലെങ്കിൽ ഈ ഒരു മോട്ടീവ്, ഈ ഒരു ഒബ്ജക്റ്റീവിന് വേണ്ടിയിട്ട് മാത്രം. അവർക്ക് എന്താണ്, ദേ ഓൾവേസ് വാണ്ടഡ് ടു ഗ്ലോറിഫൈ ദ ബ്രിട്ടീഷ് റൂൾ എന്നുള്ളതാണ്. അപ്പൊ അതേ എയിം തന്നെയാണ് WH മോർലൻഡിന് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ബുക്കുകളിൽ പറയുന്ന ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് മിഡീവൽ പീരീഡിൽ എക്കണോമിക് പാരസൈറ്റിസം ആണ് നിലനിന്നിട്ടുണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. എക്കണോമിക് പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു കൊറിയൻ സിനിമ പാരസൈറ്റ് ഓസ്കാറൊക്കെ കിട്ടിയിട്ടുള്ള സിനിമയാണ്, കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ? അപ്പം പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ എന്തിനെ ഇങ്ങനെ കാർന്ന് തിന്നുന്ന ഒരു സംഭവമാണ് പാരസൈറ്റ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ ഈ മരത്തുമേലൊക്കെ എസ്പെഷ്യലി മാവുമേലൊക്കെ ഇത്തിക്കണ്ണി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവും അല്ലെ? അതൊരു പാരസൈറ്റ് ആണ്. പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബാക്ടീരിയ ടൈപ്പ് സാധനം, എന്തിനേയും കാർന്ന് തിന്നുന്ന ഒരു സാധനം. അപ്പം അദ്ദേഹം പറയുന്നത് മിഡീവൽ ഇന്ത്യൻ എക്കണോമി എന്ന് പറയുന്നത് ഒരു പാരസൈറ്റ് ആയിരുന്നു എന്നാണ് പറയുന്നത്. കാരണം കർഷകരെ കയ്യിൽ നിന്ന് നികുതി ഊറ്റിയെടുത്തുകൊണ്ട് അവരെ എല്ലാ ഇൻകവും എക്സ്ട്രാക്ട് ചെയ്യായിരുന്നു മിഡീവൽ സ്റ്റേറ്റ്. എസ്പെഷ്യലി മുഗൾസിന്റെ ഒക്കെ ഒരു മെയിൻ എയിം, മുഗൾ എംപയറുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് എക്സ്ട്രാക്ഷൻ ഓഫ് റവന്യൂ ആണ്. ജനങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് നികുതി പണം പിടിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് ഒരുപാട് ആളുകൾ പാവപ്പെട്ട അവർക്ക് ബേസിക് സർവൈവൽ പോലും ബുദ്ധിമുട്ടായിരുന്നു എന്നൊക്കെയാണ് WH മോർലൻഡ് പറയുന്നത്. അപ്പൊ ഈ റവന്യൂ എക്സ്ട്രാക്ട് ചെയ്ത് അല്ലെങ്കിൽ ടാക്സ് പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് റൂളിംഗ് ക്ലാസ് ആണ്, അതായത് ഒഫീഷ്യൽസ്. ഇപ്പം നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ജാഗീർദാർമാര്, ജമീന്ദാർമാര്, ഇവരൊക്കെ പറ്റിയിട്ട് നിങ്ങൾ പഠിച്ചത്. ഇവരൊക്കെയാണ് മുഗൾസ് അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ടാക്സ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ആളുകൾ. അല്ലെങ്കിൽ ഡൽഹി സൽത്തനത്തിന്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ മുഖദ്ദംസിനെ പറ്റിയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ മുക്തീസിനെ പറ്റിയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനത്തെ ആളുകൾ, ഇവരാണ് ടാക്സ് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, ജനങ്ങളെ കയ്യിൽ നിന്ന് ടാക്സ് പിരിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് കൃഷിഭൂമിയിൽ നിന്ന്. അപ്പൊ ഇവരെയാണ് നമ്മൾ എന്ത് വിളിക്കുക, റൂളിംഗ് ക്ലാസ് എന്ന് വിളിക്കുക. അപ്പൊ ഈ റൂളിംഗ് ക്ലാസ് പാരസൈറ്റ്സുകളായിരുന്നു എന്നാണ് WH മോർലൻഡ് പറയുന്നത്. അപ്പൊ അവര് പറയുന്നത് കർഷകരുടെ വലിയൊരു ശതമാനം, കർഷകരുടെ ഇൻകത്തിന്റെ വരുമാനത്തിന്റെ ഒരു 90% ടാക്സ് ആയിട്ട് ഇവര് കാർന്നിട അല്ലെങ്കിൽ വലിച്ചെടുത്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ്, അല്ലെങ്കിൽ എടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് WH മോർലൻഡ് പറയുന്നത്. അപ്പം അദ്ദേഹം പറയുന്നത് ഇറ്റ് വാസ് എ പീരീഡ് ഓഫ് മാസീവ് ഹ്യൂജ് എക്സ്പ്ലോയിറ്റേഷൻ എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. പക്ഷെ ബ്രിട്ടീഷ് ഗവൺമെന്റ് അങ്ങനെയല്ല. ബ്രിട്ടീഷ് ഗവൺമെന്റ് കുറെ കൂടെ ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ടാക്സ് ആണ് പിരിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്, ജനങ്ങളെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെയാണ് WH മോർലൻഡ് പറഞ്ഞു വെക്കുന്നത്. അതേപോലെ തന്നെ മോർലൻഡ് പറയുന്ന മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, മിഡീവൽ എക്കണോമി എന്ന് പറയുന്നത് ഭയങ്കര ബാക്ക്വേർഡ് ആയിരുന്നു, അല്ലെങ്കിൽ ലെസ് ഡെവലപ്ഡ് ആയിരുന്നു, അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് ആയിരുന്നു എന്നൊക്കെയാണ്, വളരെ പുറകിലായിരുന്നു, വളരെ സ്റ്റാഗ്നന്റ് ആയിരുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഗ്രോത്ത് ഒന്നും ഇല്ല, ഡീക്ലൈൻ മാത്രമായിരുന്നു. കാരണം എന്തുകൊണ്ട് ഡീക്ലൈൻ ആവുന്നത്? കാരണം കർഷകരെ എക്സ്പ്ലോയിറ്റ് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ സ്റ്റേറ്റ് എംപയർ റൂളേഴ്സ്, രാജാക്കന്മാര് എക്സ്പ്ലോയിറ്റ് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് അവിടുത്തെ എക്കണോമി ഭയങ്കര ബാക്ക്വേർഡ് ആയിരുന്നു എന്നൊക്കെയാണ് WH മോർലൻഡ് പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മോർലൻഡിന്റെ ഇമേജ് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ മോർലൻഡിന്റെ ബുക്കിന്റെ ഫോട്ടോയും നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. പിന്നെ
അപ്പം ഇതാണ് കൊളോണിയൽ പെർസെപ്ഷൻ. ഈ കൊളോണിയൽ പെർസെപ്ഷനെ ഡീകൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനെതിരെ ആർഗ്യുമെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരുപാട് ഇന്ത്യൻ ഹിസ്റ്റോറിയൻസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനിയാണ് ഇർഫാൻ ഹബീബ്. ഇർഫാൻ ഹബീബിനെ പറ്റിയിട്ട് നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. മാർക്സിയൻ ഹിസ്റ്റോറിയൻ ആണ് അദ്ദേഹം. 1960-കളിൽ WH മോർലൻഡിന്റെ ആർഗ്യുമെന്റിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം അഗ്രേറിയൻ സിസ്റ്റം ഓഫ് മുഗൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ബുക്ക് 63-ൽ എഴുതുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. മോർലൻഡിന്റെയും ഹബീബിന്റെയും. ഹബീബ് പറയുന്ന അഗ്രേറിയൻ സിസ്റ്റം ഓഫ് മുഗൾ ഇന്ത്യ എന്നാണ്, അല്ലാതെ മുസ്ലിം ഇന്ത്യ എന്നല്ല. സോ ദാറ്റ്സ് ദ ഡിഫറൻസ്, മനസ്സിലായോ? അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു ആർട്ടിക്കിൾ ആണ് പൊട്ടൻഷ്യാലിറ്റീസ് ഓഫ് ക്യാപിറ്റലിസ്റ്റിക് ഡെവലപ്മെന്റ് ഇൻ എക്കണോമി ഓഫ് മുഗൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ. വളരെ ഫേമസ് ആയിട്ടുള്ള ആർട്ടിക്കിൾ ആണ് ഈ ആർട്ടിക്കിൾ. 69-ലാണ് അദ്ദേഹം ഈ ബുക്ക് ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഇപ്പം അദ്ദേഹത്തിന്റെ ഈ ബുക്കും ഭയങ്കര ഫേമസ് ആണ്. കാരണം ഇപ്പൊ നിങ്ങൾ മിഡീവൽ ഇന്ത്യയുടെ വേറെ ഏത് ബുക്കുകൾ എടുത്താലും, വേറെ ഏത് ആർട്ടിക്കിൾ എടുത്താലും ഹബീബിന്റെ ഈ രണ്ട് വർക്കുകൾ റെഫർ ചെയ്യാത്ത, സൈറ്റ് ചെയ്യാത്ത ബുക്കുകൾ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, WH മോർലൻ പറഞ്ഞ പോലെ ഇന്ത്യയുടെ എക്കണോമി ബാക്ക്വേർഡ് ആയിരുന്നില്ല, സ്റ്റാഗ്നന്റ് ആയിരുന്നില്ല. അത് പ്രോസ്പാരിംഗ് ആയിരുന്നു, ഗ്രോത്ത് ഉണ്ടായിരുന്നു, ഡെവലപ്മെന്റ് ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ ആളുകൾക്ക് പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അല്ലാതെ എല്ലാ ഭൂമിയും സ്റ്റേറ്റ് ഓൺ ചെയ്ത് വെക്കുകയല്ല ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാ ഭൂമിയും സ്റ്റേറ്റിന്റെ കൺട്രോളിൽ ആയിരുന്നില്ല എന്നാണ് അദ്ദേഹം. പ്രൈവറ്റ് പ്രോപ്പർട്ടി എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് ഹബീബ് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. WH മോർലൻഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എല്ലാ ഭൂമിയും സ്റ്റേറ്റിന്റെ കൺട്രോളിലായിരുന്നു, രാജാക്കന്മാരുടെ എംപറേഴ്സിന്റെ കൺട്രോളിലായിരുന്നു എല്ലാ ഭൂമിയും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ഖലീസ ലാൻഡിനെ പറ്റിയിട്ടൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഖലീസ ലാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രൗൺ ലാൻഡ് ആണ്. അതായത് രാജാക്കന്മാരുടെ അണ്ടറിലുള്ള ടെറിട്ടറിനെ അല്ലെങ്കിൽ ലാൻഡിനെയാണ് നമ്മൾ ഖലീസ ലാൻഡ് എന്ന് വിളിക്കുക. അപ്പൊ മോർലൻഡ് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഖലീസ ലാൻഡ് ആയിരുന്നു എല്ലാം, പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല എന്നാണ് മോർലൻഡ് പറയുന്നത്. മോർലൻഡ് ഈ ആർഗ്യുമെന്റ് എടുത്തിട്ടുണ്ടായിരുന്നത് 17-ാം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ടായിരുന്ന ഫ്രഞ്ചുകാരനായിട്ടുള്ള ഫ്രാങ്കോസ് ബെർണിയറിന്റെ ഒക്കെ ബുക്കിൽ നിന്നാണ്, അദ്ദേഹത്തിന്റെ ട്രാവലോഗിൽ നിന്നാണ് മോർലൻഡ് അത് പറയുന്നത്. കാരണം നിങ്ങൾക്കറിയാലോ, യൂറോപ്യന്മാരാണ് അവർ. ഇന്ത്യയിലോട്ട് വരുന്ന സമയത്ത് അവർക്ക് ഓരോ പ്രിജുഡിസ് മൈൻഡും സാധനങ്ങളും ഉണ്ടായിരിക്കും. അപ്പൊ ഇദ്ദേഹം ബെർണിയറിനൊരു ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ്. ബെർണിയർ മനസ്സിലാക്കി വെച്ച എന്താണ്, ഇവിടെ എല്ലാ ലാൻഡും ഓൺ ചെയ്യുന്നത് രാജാക്കന്മാരാണ്, സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ലാൻഡ് ഉണ്ടായിരുന്നില്ല, കൈവശം വെക്കാൻ കർഷകർക്ക് ഭൂമി ഉണ്ടായിരുന്നില്ല എന്നാണ് ബെർണിയർ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ ആർഗ്യുമെന്റ് അതേപോലെ മോർലൻഡ് എടുക്കുകയാണ്. പക്ഷെ അത് പ്രോബ്ലമാറ്റിക് ആണ്. അതിനെ ഡീകൺസ്ട്രക്ട് ചെയ്യാണ് ഹബീബ്. ഹബീബ് പറഞ്ഞു പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു, ഇവിടെ മണി എക്കണോമി ആയിരുന്നു, ഒരുപാട് കോയിനുകൾ അച്ചടിച്ചിറക്കിയിട്ടുണ്ടായിരുന്നു രാജാക്കന്മാര്. ആളുകൾ സാധനങ്ങൾ കോയിന് കൊടുത്ത് പൈസ കൊടുത്ത് സാധനങ്ങൾ വാങ്ങുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലാതെ പണ്ടത്തെ പോലെ ബാർട്ടർ സിസ്റ്റം അല്ല എന്ന് ഹബീബ് പറഞ്ഞു. അതേപോലെ തന്നെ ഒരുപാട് സിറ്റീസ് ഉണ്ടായിരുന്നു എന്ന് ഹബീബ് പറയുന്നുണ്ട്. ഫോറിൻ ട്രേഡും ഇൻലൻഡ് ട്രേഡും വിദേശ രാജ്യങ്ങളിലോട്ടുള്ള ട്രേഡും ഇന്ത്യയുടെ ഉള്ളിൽ തന്നെയുള്ള ട്രേഡും വളരെ എക്സ്റ്റെൻസീവ് ആയിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരുപാട് റോയൽ ഖർഖനാസ് അല്ലെങ്കിൽ വർക്ക്ഷോപ്സ് ഉണ്ടായിരുന്നു. ഈ റോയൽ ഖർഖനാസ് അല്ലെങ്കിൽ റോയൽ വർക്ക്ഷോപ്സിൽ നിന്നാണ് രാജാക്കന്മാർക്ക് വേണ്ട സാധനങ്ങളും അതേപോലെ തന്നെ വെൽത്തി ആയിട്ടുള്ള ആളുകൾക്ക്, റിച്ച് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ, അവർക്ക് വേണ്ട ഡ്രസ്സ്, അവർക്ക് വേണ്ട വെപ്പൺസ്, അവർക്ക് വേണ്ട ഷോള്, അല്ല അങ്ങനത്തെ ഓർണമെന്റ്സ് സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഒരു സെന്ററിനെയാണ് നമ്മൾ ഖർഖാന അല്ലെങ്കിൽ വർക്ക്ഷോപ്സ് എന്ന് വിളിക്കുക. അപ്പൊ അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം മിഡീവൽ എക്കണോമി എന്ന് പറയുന്നത് വളരെയധികം ഫ്ലറിഷിംഗ് ആയിരുന്നു, പ്രോസ്പാരിംഗ് ആയിരുന്നു, ഒരുപാട് ടൗണുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് ഹബീബ് പറയുന്നത്. ഹബീബിനെ പോലെ ചരിത്രകാരന്മാർ പറയുന്നത് മിഡീവൽ എക്കണോമി എന്ന് പറഞ്ഞാൽ WH മോർലൻഡ് പറഞ്ഞ പോലെ അല്ല. അവിടെ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു എന്നാ പറയാം. ഒന്ന് കൊമേഴ്സ്യലൈസേഷൻ, ആളുകൾ മാർക്കറ്റുകൾക്ക് വേണ്ടിയിട്ട് ആളുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. മാർക്കറ്റ്, അതായത് കൊമേഴ്ഷ്യലൈസ്, അതായത് ഇപ്പം കൊമേഴ്ഷ്യൽ ക്രോപ്സിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പൊ ഏതൊക്കെയാണ് ഫേമസ് ആയിട്ടുള്ള കൊമേഴ്ഷ്യൽ ക്രോപ്സ്? ഒന്ന് ഇത് ടൊബാക്കോ വരും, ഇൻഡിഗോ, നീലം, പിന്നെ അതേപോലെ തന്നെ റബ്ബർ, ഇങ്ങനത്തെ സാധനങ്ങൾ, ടീ, ഇതൊക്കെയാണ് എന്ത് കൊമേഴ്ഷ്യൽ ക്രോപ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കൊമേഴ്ഷ്യൽ ക്രോപ്പുകൾ ഒരുപാട് ആളുകളെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ആളുകളുടെ മെയിൻ എയിം, ആളുകൾ ഓരോ സാധനം, ഇപ്പൊ ആളുകൾ അരി ഉണ്ടാക്കിയിട്ട്, ഗോതമ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് മാർക്കറ്റുകളിൽ കൊണ്ടുപോയി വിൽക്കാനാണ്. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? കൊമേഴ്സ്യലൈസേഷൻ എന്ന് നമ്മൾ വിളിക്കുക. അപ്പൊ ഇതേപോലെ കൊമേഴ്സ്യലൈസേഷൻ നടന്ന ഒരുപാട് മാർക്കറ്റുകൾ ഇന്ത്യയിൽ നിലനിന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ മോണിറ്ററി സിസ്റ്റം കൊടുക്കൽ വാങ്ങലുകൾ നടന്നിട്ടുണ്ടായിരുന്നത് കോയിനുകളിൽ വെച്ചിട്ടായിരുന്നു, അല്ലാതെ
ബാർട്ടർ സിസ്റ്റം ആയിരുന്നില്ല. കോയിനുകൾ കൊടുത്ത് സാധനങ്ങൾ വാങ്ങാം. ഗോൾഡോ അല്ലെങ്കിൽ സിൽവറോ അതേപോലത്തെ മെറ്റാലിക് കോയിൻസ് ഉപയോഗിച്ച് അത് കൊടുത്തിട്ട് സാധനങ്ങൾ വാങ്ങുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടായിരുന്നു, അതായത് ഹുണ്ടികൾ. ഹുണ്ടികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നിങ്ങൾ ഒരു മെർച്ചന്റ് ഒരു പ്ലേസിൽ നിന്ന് ഒരു സാധനം വാങ്ങുന്നു, അല്ലെങ്കിൽ ഒരാളൊരു സാധനം വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്താക്കണ്ട, പണം കൊടുക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു റെസീറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ റെസീറ്റ് കാണിച്ചു കൊടുത്താൽ മതി. അദ്ദേഹത്തിന്റെ കയ്യിൽ ആ സ്പോട്ടിൽ പൈസ ഇല്ല, ഇപ്പോൾ നമ്മൾ ലോൺ കൊടുക്കുന്ന പോലെ സ്പോട്ടിൽ പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു റെസീറ്റ് കാണിച്ചാൽ മതി. ആ റെസീറ്റ് എവിടെ വേണമെങ്കിലും സ്വീകരിക്കാം. അപ്പൊ അയാൾ പോകുന്ന സമയത്ത് അയാൾക്ക് പണം കയ്യിൽ വെക്കണം എന്നില്ല, ഇതേപോലത്തെ റെസീറ്റുകൾ കയ്യിൽ വെച്ചാൽ മതി. അതായത് ഒരു 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 ബാങ്കർ പറയും, ഞാൻ ഇന്നാക്ക് ഇത്ര പൈസ കൊടുക്കുന്നു എന്ന് ഒരു പേപ്പറിൽ എഴുതി കൊടുക്കും. സെറാഫുകൾ നമ്മൾ അതിനെ വിളിക്കുക. അങ്ങനത്തെ ആളുകൾ, എഴുതി കൊടുക്കുന്ന ആളുകൾ സെറാഫ്, ബാങ്കേഴ്സ് അല്ലെങ്കിൽ മണി ചേഞ്ചേഴ്സ് എന്ന് നമ്മൾ വിളിക്കുക. അപ്പൊ ഇവരിങ്ങനെ എഴുതി കൊടുക്കും. അപ്പൊ ഈ സെറാഫിന്റെ ഏജൻസ് ഓരോ പ്രദേശത്തും ഉണ്ടായിരിക്കും. ഇപ്പൊ ഡൽഹിയിൽ നിന്ന് ഒരു മെർച്ചന്റ് ഈ സെറാഫിന്റെ കയ്യിൽ നിന്ന് ഒരു റെസീറ്റ് വാങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് കേരളത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ആ റെസീറ്റ് കാണിച്ചാൽ മതി. കാരണം എന്താ, അയാളുടെ ഏജൻസി ഇവിടെ ഉണ്ടാവും. അപ്പൊ അയാൾക്ക് വേണ്ട സാധനങ്ങൾ കൊടുക്കും. അതിനെയാണ് നമ്മൾ കുണ്ടി എന്ന് വിളിക്കുക. ഓക്കെ, അപ്പൊ അങ്ങനത്തെ സിസ്റ്റംസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഹൈ ലേബർ ടു ലാൻഡ് റേഷ്യോ, അതായത് ഓരോ ഭൂമിയിലും കൃഷി ചെയ്യാൻ ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കൃഷി ചെയ്യാൻ ആളുകളെ കിട്ടാത്തൊരവസ്ഥ ഉണ്ടായിരുന്നില്ല എന്നാണ്. ഇതൊക്കെയാണ് മിഡീവൽ ഇന്ത്യയുടെ ഫീച്ചേഴ്സ് ആയിട്ട് ചരിത്രകാരന്മാർ പറയുന്നത്. അതേപോലെ തന്നെ മെർച്ചൻസിന്റെ കമ്മ്യൂണിറ്റീസ്, അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ഓയിൽ മെർച്ചൻസ്, അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഗിൽഡോ അല്ലെങ്കിൽ അസോസിയേഷനോ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ സിൽക്ക് കച്ചവടം ചെയ്യുന്ന മെർച്ചൻസ്, അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു അസോസിയേഷൻ ഉണ്ട്. അതിനെയാണ് നമ്മൾ സ്പെഷ്യലൈസ്ഡ് കമ്മ്യൂണിറ്റീസ് ഓഫ് മെർച്ചൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ തരത്തിലുള്ള ഫീച്ചേഴ്സ് ഈ മിഡീവൽ ഇന്ത്യയിൽ എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് ഇന്ത്യൻ ചരിത്രകാരന്മാർ ഹബീബും അതേപോലെ തന്നെ ഹെർബൻസ് മുക്കിയനെ പോലുള്ള ചരിത്രകാരന്മാർ പറഞ്ഞു വെക്കുന്നത്. അപ്പം മോർലൻഡിന്റെ ആർഗ്യുമെന്റ് ഇവർ ഡീകൺസ്ട്രക്ട് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഹിസ്റ്റോറിയോഗ്രഫിയിൽ വന്ന മറ്റൊരു മേജർ ട്രെൻഡുകൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. 4 രീതിയിൽ മിഡീവൽ എക്കണോമിക് ഹിസ്റ്റോറിയോഗ്രഫിയെ തിരിക്കാൻ പറ്റും, അല്ലെങ്കിൽ 4 തരത്തിലുള്ള ഡിവിഷൻസ് നിലനിന്നിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. 4 ടൈപ്പ് ഗ്രൂപ്പ് ഓഫ് ഹിസ്റ്റോറിയൻസ് ഉണ്ടായിരുന്നു എന്ന് നിങ്ങളൊന്ന് ഓർത്തു വെക്കാം. ഓക്കെ, 4 ട്രെൻഡുകൾ, 4 സ്കൂൾ ഓഫ് ഹിസ്റ്റോറിയൻസ് ഉണ്ടായിരുന്നു. അതിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഹിസ്റ്റോറിയൻസ് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പേർഷ്യൻ സോഴ്സുകളാണ്. കാരണം എന്താണ്, ആ മിഡീവൽ സമയത്ത്, ഡൽഹി സൽത്തനറ്റിന്റെ സമയത്ത് രേഖകള്, ഡോക്യുമെന്റ്സ് എല്ലാം, ബുക്കുകൾ എല്ലാം എഴുതിയിട്ടുണ്ടായിരുന്നത് പേർഷ്യൻ ഭാഷയിലായിരുന്നു. കാരണം പേർഷ്യൻ ലാംഗ്വേജ് ആയിരുന്നു അന്നത്തെ ഒഫീഷ്യൽ ലാംഗ്വേജ്. അപ്പൊ പേർഷ്യൻ റെക്കോർഡുകൾ അവർ കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ എന്നിട്ട് മിഡീവൽ, ഇപ്പൊ മുഗൾ എംപയറിന്റെ സമയത്ത് ഇന്ത്യൻ എക്കണോമി അവർ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഡൽഹി സൽത്തനറ്റിന്റെ സമയത്ത് മുഗൾ എക്കണോമി അവർ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മിഡീവൽ സമയത്ത് ഇന്ത്യൻ എക്കണോമി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിരുന്നു. ആൻഷ്യന്റ് ഇന്ത്യയുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറേ കൂടെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിരുന്നു, കുറേ കൂടെ അഡ്വാൻസ്ഡ് ആയിരുന്നു, കുറേ കൂടെ ഡെവലപ്ഡ് ആയിരുന്നു മിഡീവൽ എക്കണോമി എന്നാണ് പറയുന്നത്. അതിന്റെ റീസൺസ് ആയിട്ട് അവർ പറയുന്നതാണ് ആ മറ്റ് 5 ഫീച്ചേഴ്സ് ഉണ്ടല്ലോ, കൊമേഴ്ഷ്യലൈസേഷനും മോണിറ്ററി എക്കണോമിയും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും ഈ സാധനങ്ങളൊക്കെ, ഇതിന്റെയൊക്കെ പ്രസൻസ് ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, മിഡീവൽ എക്കണോമി കുറേ കൂടെ ഡിഫറെന്റ് ആണെന്ന് പറയാൻ പറ്റും എന്നാണ് ഒരു ഗ്രൂപ്പ് ഓഫ് ഹിസ്റ്റോറിയൻസ് പറയുന്നത്. രണ്ടാമത്തെ ഗ്രൂപ്പ് ഓഫ് ഹിസ്റ്റോറിയൻസ് അവർ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് യൂറോപ്യന്മാരുടെ റെക്കോർഡ്സ് ആണ്. യൂറോപ്യന്മാർ കച്ചവടക്കാരായിട്ട് ഇങ്ങോട്ടേക്ക് വന്ന സമയത്ത് അവർ എഴുതിയിട്ടുണ്ടായിരുന്ന ഡോക്യുമെന്റ്സ്, അവർ എഴുതിയിട്ടുണ്ടായിരുന്ന ട്രാവലോഗ്സ്, അവർ എഴുതിയിട്ടുണ്ടായിരുന്ന കത്തുകളൊക്കെ രണ്ടാമത്തെ ഗ്രൂപ്പ് ഓഫ് ഹിസ്റ്റോറിയൻസ് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്ത്യയുടെ മാരിടൈം ട്രേഡ് ആണ്, അല്ലെങ്കിൽ ഓവർസീസ് ട്രേഡ് ആണ്. ഇന്ത്യയിൽ നിന്ന് പുറം രാജ്യങ്ങളിലോട്ടുള്ള ട്രേഡ്, കച്ചവട ബന്ധം എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെയാണ് അവർ ആർഗ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് പഠനം നടത്തിയിട്ട് അവർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവര് നമ്മളെ ഒന്നാമത്തെ ഹിസ്റ്റോറിയൻസിന്റെ കൂടെ അഗ്രി ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മിഡീവൽ എക്കണോമി എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ആണ്. കാരണം എന്താണ്, വളരെ എക്സ്റ്റെൻസീവായ രീതിയിൽ, ആൻഷ്യന്റ് ഇന്ത്യയിൽ ഒന്നും കാണാത്ത തരത്തിലുള്ള രീതിയിലുള്ള ഫോറിൻ ട്രേഡ് ഇന്ത്യയിൽ നിലനിന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മിഡീവൽ ഇന്ത്യൻ എക്കണോമി എന്ന് പറയുന്നത് കുറെ കൂടെ ഡിഫറെന്റ് ആണ്, അല്ലെങ്കിൽ വാസ് എ ഡിസ്റ്റിങ്ക്ട് ഡിപ്പാർച്ചർ എന്നാണ് രണ്ടാമത്തെ ഗ്രൂപ്പ് ഓഫ് ചരിത്രകാരന്മാര് പറയുന്നത്. മൂന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ വെർനാക്കുലർ സോഴ്സസ് ആണ്
ആണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. വെർനാക്കുലർ സോഴ്സസ് എന്ന് പറഞ്ഞാൽ റീജിയണൽ സോഴ്സസ്. ഇപ്പം തമിഴ്, മലയാളം, മറാത്തി പോലുള്ള രേഖകൾ, ആ ഭാഷകളിൽ എഴുതപ്പെട്ടിട്ടുള്ള ഡോക്യുമെന്റ്സ് കൺസൾട്ട് ചെയ്തിട്ട് ഓരോ റീജിയനും എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാണ് അവർ സ്റ്റഡി ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ആ റീജിയണൽ ഹിസ്റ്ററി അല്ലെങ്കിൽ റീജിയൻ വൈസ് ഹിസ്റ്ററിയാണ് അവർ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ലാസ്റ്റത്തെ ഗ്രൂപ്പ് ഓഫ് ഹിസ്റ്റോറിയൻസ് കൊളോണിയൽ രേഖകൾ, എസ്പെഷ്യലി ബ്രിട്ടീഷ് രേഖകളാണ് അവർ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരുടെ ഒരു മെയിൻ ഏരിയ ഓഫ് സ്റ്റഡി എന്ന് പറയുന്നത് എങ്ങനെയാണ് മുഗൾസിന്റെ ഡീക്ലൈൻ ഇന്ത്യൻ എക്കണോമിയെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇമ്പാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, അതേപോലെ തന്നെ എങ്ങനെയാണ് ബ്രിട്ടീഷുകാരുടെ ഭരണം അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ഇന്റർവെൻഷൻ എങ്ങനെയാണ് ഇന്ത്യൻ എക്കണോമിയെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാണ് അവർ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവര് മുന്നോട്ട് വെക്കുന്ന ഒരു മെയിൻ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് ഈ ബ്രിട്ടീഷുകാരുടെ വരവ്, മുഗൾ എംപയറിന്റെ ഡീക്ലൈൻ, ഇത് രണ്ടും നടന്നിട്ടുണ്ടായിരുന്നത് 18ാം നൂറ്റാണ്ടിലാണ്. അപ്പം 18ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് എക്കണോമി ഒരു എന്താണ് പീരീഡ് ഓഫ് റിഗ്രഷൻ അല്ലെങ്കിൽ പീരീഡ് ഓഫ് ഡീക്ലൈൻ, പീരീഡ് ഓഫ് റിട്ടാർഡേഷൻ എന്നാണ് പറയുന്നത്. അതായത് എക്കണോമിക് ഗ്രോത്ത് ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല, പകരം എക്കണോമി തകർന്ന ഒരു സ്ഥിതിയായിരുന്നു എന്നാണ് പറയുന്നത്. കാരണം ബ്രിട്ടീഷുകാരുടെ എക്സ്പ്ലോയിറ്റേഷൻ ഒന്ന്, രണ്ടാമത്തെ റീസൺ മുഗൾ എംപയറിന്റെ ഡീക്ലൈനും. അപ്പൊ ഈ രണ്ട് കാരണമായിക്കൊണ്ട് അന്നത്തെ സമയത്ത് 18ാം നൂറ്റാണ്ടിൽ ഇന്ത്യൻ എക്കണോമി ഒരു ഡീക്ലൈൻ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു, വിറ്റ്നസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് ഈ നാലാമത്തെ ഗ്രൂപ്പ് ഓഫ് ഹിസ്റ്റോറിയൻസ് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് പുതിയ ട്രെൻഡുകൾ, ഇന്ത്യൻ എക്കണോമിക് ഹിസ്റ്ററിയിൽ നടക്കുന്ന പുതിയ പുതിയ ട്രെൻഡുകൾ, ഇതൊക്കെയാണ് പുതിയ പുതിയ ആർഗ്യുമെന്റുകൾ. അപ്പൊ ഇവിടുത്തെ ഫസ്റ്റത്തെ 3 ഗ്രൂപ്പ് ഓഫ് ഹിസ്റ്റോറിയൻസും WH മോർലൻഡിന്റെ ആർഗ്യുമെന്റിനെ ക്രിട്ടീക്ക് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. ആ മാപ്പിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും എങ്ങനെയാണ് വാസ്കോ ഡ ഗാമ കേരളത്തിലോട്ട് എത്തിയത്. അതാണ് അതിൽ കാണിക്കുന്നത്. അതായത് ഈ രണ്ടാമത്തെ ഗ്രൂപ്പ് ഓഫ് ഹിസ്റ്റോറിയൻസിന്റെ ഒരു സംഭവമാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ അത് ജസ്റ്റ് മാപ്പ് നിങ്ങൾ ഓർത്തിരിക്കും, ഇതൊക്കെ നിങ്ങൾ പഠിച്ചതായിരിക്കും. ഇനി നമുക്ക് നാഷണലിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താണ്, മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. നാഷണലിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രഫി സ്റ്റാർട്ട് ചെയ്യുന്നത് 19th സെഞ്ചുറിയിലാണ്. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. നാഷണലിസത്തിന്റെ ഭാഗമായിട്ടാണ് നാഷണലിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രഫി, ദേശീയതയുടെ ഭാഗമായിട്ടാണ് ദേശീയ ചരിത്ര രചന ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ത്യയുടെ ചരിത്രം ബ്രിട്ടീഷുകാർ പറയുന്ന പോലത്തെ ഒരു ചരിത്രമല്ല, ഇന്ത്യക്ക് വേറൊരു ചരിത്രം ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നാഷണലിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രഫി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ നാഷണലിസ്റ്റ് ഹിസ്റ്റോറിയൻസ് ഇപ്പം നീലകണ്ഠ ശാസ്ത്രി, അതേപോലെ തന്നെ വേറെയും ഒരുപാട് KN പണിക്കര്, അതേപോലത്തെ ഒരുപാട് നാഷണൽ ഹിസ്റ്റോറിയൻസ് ഉണ്ട്. അപ്പൊ അവര് പറഞ്ഞൊരു ആർഗ്യുമെന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ എക്കണോമി മിഡീവൽ ടൈമിൽ വളരെയധികം ഗ്രോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു റീസൺ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ആണ്. മുഗൾസും ഡൽഹി സുൽത്താൻമാരൊക്കെ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഗവേണൻസ് ആണ് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഉണ്ടായത് കൊണ്ട് എക്കണോമി നല്ല രീതിയിൽ ഗ്രോ ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ when it came to the 18th century, ഇന്ത്യൻ എക്കണോമി തകരാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ബ്രിട്ടീഷ് റൂള്, ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ കാരണമായിക്കൊണ്ട് അത് തകർന്നു എന്നാണ് നാഷണൽ ഹിസ്റ്റോറിയൻസ് പറയുന്ന ഒരു മെയിൻ ആർഗ്യുമെന്റ്. ഇതേ ആർഗ്യുമെന്റ് തന്നെയാണ് മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയൻസും പറയുന്നത്. പക്ഷെ മറ്റൊരു വിഭാഗം ഉണ്ടായിരുന്നു ഈ മാർക്സിയൻ ഹിസ്റ്റോറിയൻസിന്റെ കൂട്ടത്തിൽ. അപ്പം അതിൽ പെടുന്ന ആളാണ് ഹബീബൊക്കെ. അപ്പൊ ഹബീബൊക്കെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഗൾ സ്റ്റേറ്റ് ആളുകളെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഫാർമേഴ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ഹബീബ് സമ്മതിക്കുന്നുണ്ട്. അപ്പം ഫാർമേഴ്സിനെ അവരുടെ കയ്യിൽ നിന്ന് മാക്സിമം റവന്യൂ എക്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് ഹബീബ് പറയുന്നത്. WH മോർലൻഡിന്റെ ആ ഒരു ആർഗ്യുമെന്റ് പാർഷ്യലി ഹബീബ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പാരസൈറ്റുകൾ ഉണ്ടായിരുന്നു, ഈ റൂളിംഗ് ക്ലാസ് പാരസൈറ്റുകൾ ആയിരുന്നു എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ മറ്റ് മാർക്സിയൻ ചരിത്രകാരന്മാർ പറയുന്നത് ഫോഴ്സ്ഡ് കൊമേഴ്സ്യലൈസേഷൻ എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഫോഴ്സ്ഡ് കൊമേഴ്സ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഇപ്പൊ നമ്മൾ പറഞ്ഞ നേരത്തെ റൂളിംഗ് ക്ലാസ് എന്ന് പറയുന്നത് ഒഫീഷ്യൽസ്, ബ്യൂറോക്രാറ്റ്സ്, ജമീന്ദാർമാര്, ജാഗീർദാർമാര്, ഫൗജ്ദാർമാര്, ഇങ്ങനത്തെ ഒഫീഷ്യൽസ്, റൂളിംഗ് ക്ലാസ്, അവര് റവന്യൂ ടാക്സ് കളക്ട് ചെയ്തിട്ട് അവരെന്താക്കിയിട്ടുണ്ട്, അവർക്ക് കിട്ടിയ ഇൻകം അവരെന്താക്കി ഓരോരോ സാധനങ്ങൾ, ലക്ഷറി ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇപ്പം ഒരാൾക്ക് ഇപ്പൊ ഒരു 1000 ഉറുപ്പ്യ കിട്ടിയെന്ന് വിചാരിക്കും, ഒരു ജാഗീർദാറിന് 1000 ഉറുപ്പ്യ കിട്ടി. അയാൾ ഈ 1000 ഉറുപ്പ്യക്ക് എന്താക്കാൻ വേണ്ടി ലക്ഷറി പ്രൊഡക്ട്സ്, മാലയും വളയും വലിയ ഗൗണും സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി തുടങ്ങി. അപ്പൊ ഇത് ഇവർ വാങ്ങാൻ വേണ്ടി തുടങ്ങിയപ്പോ എന്തായി, കൂടുതൽ ആളുകൾ ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ
വേണ്ടി തുടങ്ങി. ആളുകൾ ഓർണമെന്റ്സ് ഉണ്ടാക്കാൻ, കൂടുതലായിട്ട് ആളുകൾ ഓർണമെന്റ്സ് ഉണ്ടാക്കാൻ തുടങ്ങി. ആളുകൾ കൂടുതലായിട്ട് ഡ്രസ്സുകൾ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി. അപ്പൊ ആളുകൾ ഇത് കൂടുതൽ ഉണ്ടാക്കാൻ തുടങ്ങി. കൂടുതൽ കടകൾ വരാൻ തുടങ്ങി. കടകൾ കൂടുതൽ വന്നപ്പോൾ ടൗണുകൾ കൂടുതൽ വരാൻ തുടങ്ങി. അപ്പോൾ ഇതിനെയാണ് കൊമേഴ്സ്യലൈസേഷൻ എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ ഇത് ഈ ഈ കിട്ടിയ പൈസ ഇവർ ദൂർത്തായിട്ട് ചെലവഴിക്കാൻ വേണ്ടി തുടങ്ങി. അതിനെയാണ് ഫോഴ്സ്ഡ് കൊമേഴ്സ്യലൈസേഷൻ എന്ന് വിളിക്കുന്നത്. അത് ഈ ഇതിന് ഫോഴ്സ്റ്റ് എന്നുള്ള പേര് വരാൻ കാരണം ഇവര് കർഷകരെ ചൂഷണം ചെയ്തിട്ടാണ് ഇൻകം കിട്ടുന്നത്. കർഷകരോട് ശരിക്കും 100 റുപ്യ വാങ്ങേണ്ട കൊടുത്ത് ഇവരെന്താക്കും, 150 റുപ്യ വാങ്ങും നികുതിയായിട്ട്. എക്സ്പ്ലോയിറ്റേഷൻ, മനസ്സിലായ? അപ്പം ഇവർ ആ 150 റുപ്യ ഇവർ സ്പെൻഡ് ചെയ്യാണ്. അപ്പൊ ഇവർ സ്പെൻഡ് ചെയ്യുമ്പോൾ കൂടുതൽ മാർക്കറ്റുകൾ വരുന്നു, കൂടുതൽ സാധനങ്ങൾ മാർക്കറ്റിലോട്ട് വരുന്നു. കാരണം എന്താണ്? അവിടെ ഡിമാൻഡ് ഉണ്ട്. ഡിമാൻഡ് ഉണ്ടാകുമ്പോൾ സപ്ലൈ ഉണ്ടാവും. അത് നിങ്ങൾ എക്കണോമിക്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിനെയാണ് ഫോഴ്സ്ഡ് കൊമേഴ്സ്യലൈസേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതിനെ തന്നെയാണ് ചരിത്രകാരന്മാർ എന്താക്കുന്നത്, ഡ്രെയിൻ ഓഫ് വെൽത്ത് എന്ന് വിളിക്കുന്നത്. കാരണം കർഷകരുടെ ഇൻകാണ് ഇവർ സ്പെൻഡ് ചെയ്യുന്നത്. കർഷകരുടെ 90% ഇൻകം ഇവർ ടാക്സ് ആയിട്ട് വാങ്ങുകയാണ്. കർഷകർ എന്താണ്, കർഷകർക്ക് അവർക്ക് സർവൈവലിനുള്ള സാധനങ്ങൾ അവർക്ക് കിട്ടാതിരിക്കുകയാണ്. അപ്പൊ ഇവര് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആരുടെ എക്സ്പെൻസ് ഉപയോഗിച്ചിട്ടാണ്? സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ടാക്സ് ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ ഈ എക്സ്പ്ലോയിറ്റേഷൻ ഇന്ത്യൻ എക്കണോമിയെ എഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ചില മാർക്സിസ്റ്റ് ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. അത് അഗ്രികൾച്ചർ ക്രോപ്സിന്റെ പ്രൊഡക്ഷൻ കുറയാൻ കാരണമായിട്ടുണ്ട്. കാരണം കൂടുതൽ ടാക്സ് വാങ്ങി കർഷകരെ കയ്യിൽ നിന്ന്. അപ്പൊ ഇവർക്ക് എന്തായില്ല, അതിനനുസരിച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ 100 റുപ്യ കർഷകർക്ക് കിട്ടി, 90 റുപ്യ ടാക്സ് ആയിട്ട് വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കർഷകർക്ക് ജീവിതം മുന്നോട്ട് പോകാൻ കഴിയില്ല. കർഷകർക്ക് കൃഷി ഉപകരണങ്ങൾ വാങ്ങാൻ കഴിയില്ല, വളങ്ങൾ വാങ്ങാൻ കഴിയില്ല, അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് വാങ്ങാൻ കഴിയില്ല. അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇവർക്ക് വേണ്ട രീതിയിൽ കൃഷി ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എന്ത് സംഭവിച്ചു? അഗ്രികൾച്ചറിൽ ഡീക്ലൈൻ സംഭവിച്ചു. ആളുകളുടെ കയ്യിൽ പണം കിട്ടാതെ അവർക്ക് ഭയങ്കര പ്രോബ്ലംസ് വരാൻ, ഫിനാൻഷ്യൽ ക്രൈസിസ് കർഷകരെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇതൊക്കെയാണ് മാർക്സിസ്റ്റ് ചരിത്രകാരന്മാർ മിഡീവൽ എക്കണോമിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങൾ. അപ്പൊ ഇവര് പറയുന്ന മറ്റൊരു കാര്യം, സാധാരണക്കാരുടെ വെൽത്ത് ഇവർ അക്യുമുലേറ്റ് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് എന്തിനു കാരണമായി? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫോഴ്സ്ഡ് കൊമേഴ്സ്യലൈസേഷനും ട്രേഡിനും എക്സ്ചേഞ്ചിനും ഒരുപാട് മാർക്കറ്റുകളുടെ വരവിനൊക്കെ അത് കാരണമായി എന്നാണ് ഇവർ പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് നോക്കാവുന്നത് ഈ മാർക്സിസ്റ്റ് ചരിത്രകാരന്മാരും നാഷണലിസ്റ്റ് ചരിത്രകാരന്മാരും അവരുടെ ആർഗ്യുമെന്റ് എന്തൊക്കെ സിമിലാരിറ്റീസ് ആണുള്ളതെന്നാണ് നമുക്ക് നോക്കാം. ഇവർ പറയുന്ന ഒരു കാര്യം, രണ്ടാൾ അഗ്രി ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, മുഗൾ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഡൽഹി സൽത്തനത്തിന്റെ ടൈമിൽ സ്റ്റേറ്റ് ഭയങ്കര സെൻട്രലൈസ്ഡ് ആയിരുന്നു, കേന്ദ്രീകരമായിരുന്നു എന്നാണ് പറയുന്നത്. എല്ലാം നിയന്ത്രിച്ചിട്ടുണ്ടായിരുന്നത് രാജാവാണ്. രാജാവിന്റെ കൺട്രോളിലായിരുന്നു എല്ലാം. രാജാവ് അപ്പോയിന്റ് ചെയ്യുന്ന ഒഫീഷ്യൽസ് ആണ് എല്ലാം കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനെയാണ് നമ്മൾ സെൻട്രലൈസ്ഡ് നേച്ചർ ഓഫ് മിഡീവൽ ഇന്ത്യൻ സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. അതേപോലെ തന്നെ മിഡീവൽ എക്കണോമി എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് ഉണ്ടായിരുന്നു, മോണിറ്ററി എക്കണോമി ആയിരുന്നു, ക്യാഷ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരുപാട് ഡെവലപ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതെല്ലാം തകർന്നു 18th സെഞ്ചുറിയിൽ. അതിന്റെ ഒരു റീസൺ മുഗൾസിന്റെ ഡിക്ലൈനും, 2 ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഭരണവുമാണ്. അല്ലെങ്കിൽ ഇവരുടെ അഡ്മിനിസ്ട്രേഷനും, ബ്രിട്ടീഷ് ഗവൺമെന്റ് അഡ്മിനിസ്ട്രേഷനുമാണ് കാരണം എന്നൊക്കെയാണ് ഈ 2 മാർക്സിയനും നാഷണലിസ്റ്റ് ചരിത്രകാരന്മാരും പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അവർ രണ്ടാൾ ഇത്രയും കാര്യങ്ങൾ അവർ അഗ്രി ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഹബീബ് ഒരു ബുക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു, ദ കാംബ്രിഡ്ജ് എക്കണോമിക് ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ബുക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു. ഹബീബും തപൻ റായ് ചൗധരിയും കൂടെ ചേർന്നിട്ടാണ് ഈ ബുക്ക് എഴുതിയിട്ടുണ്ടായിരുന്നത് മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവിൽ. ഈ ബുക്കിന് ഒരുപാട് ഡ്രോബാക്സ് ഉണ്ട്, അല്ലെങ്കിൽ ഈ ബുക്കിന്റെ ഡ്രോബാക്സ് ഹൈലൈറ്റ്, അതിനെ ക്രിട്ടിസൈസ് ചെയ്ത ഒരുപാട് ചരിത്രകാരന്മാരുണ്ട്. എസ്പെഷ്യലി റിവിഷനിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. അവരാണ്, അല്ലെങ്കിൽ റിവിഷനിസ്റ്റ് ചരിത്രകാരന്മാർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ചരിത്രകാരന്മാർ. അപ്പൊ നമ്മൾ ഈ നാഷണൽ ഹിസ്റ്റോറിയൻസ്, മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയൻസ് എന്ന് പറയുന്ന പോലെ തന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിന്റെ പേരാണ് റിവിഷനിസ്റ്റുകൾ. അപ്പൊ അവര് ഹബീബിന്റെ ഈ ബുക്കിനെ ക്രിട്ടിസൈസ് ചെയ്ത്, അല്ലെങ്കിൽ അതിന്റെ പോരായ്മകൾ ഉണ്ട് എന്ന് അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് പറഞ്ഞ പോരായ്മകൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. അവർ പറഞ്ഞ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹബീബും തപൻ റായ് ചൗധരി ബുക്ക് എഴുതുന്ന സമയത്ത് ഈ ഏർലി മിഡീവൽ എക്കണോമി, അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഏർലി മിഡീവൽ എന്ന് പറഞ്ഞാൽ ഒരു 600 to 800 CE വരെയൊക്കെയുള്ള ആ ഒരു 200-300 വർഷത്തെ ആ ഒരു ചരിത്രം, ആ സമയത്ത് ഇന്ത്യയുടെ എക്കണോമിക് ഹിസ്റ്ററി ഇവർ കംപ്ലീറ്റ്ലി ഡിസ്മിസ് ചെയ്തു. അവരത് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അത് സ്റ്റഡി ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നാണ് റിവിഷനിസ്റ്റുകൾ പറയുന്ന ഒരു മെയിൻ ക്രിറ്റിസിസം. പിന്നെ രണ്ടാമത് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുഗൾ എക്കണോമി
18ാം നൂറ്റാണ്ടിൽ തകർന്നതിന് ശേഷം ഇന്ത്യയുടെ എക്കണോമിക് കണ്ടീഷൻ എന്തായിരുന്നു എന്ന് ഇവർ ഈ ബുക്കിൽ പ്രതിപാദിക്കുന്നില്ല, പറയുന്നില്ല, ഡിസ്കസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ ക്രിറ്റിസിസം. മൂന്നാമത്തെ ക്രിറ്റിസിസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഇവര് ഹബീബും തപൻ റായ് ചൗധരിയും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുഗൾ സ്റ്റേറ്റ് ആവട്ടെ അല്ലെങ്കിൽ ഡൽഹി സൽത്തനത്ത് ആവട്ടെ കർഷകരെ കയ്യിൽ നിന്ന് 50% ടാക്സ് ഈടാക്കി, 100 റുപ്യ കിട്ടിയിട്ടുണ്ടെങ്കിൽ 50 റുപ്യ ടാക്സ് ആയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇതിനെ റിവിഷനിസ്റ്റുകളെ ക്രിട്ടീക്ക് ചെയ്യുന്നുണ്ട്. അവർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം റീജിയണൽ റെക്കോർഡ്സ് അല്ലെങ്കിൽ വെർണാക്കുലർ റെക്കോർഡ്സ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മഹാരാഷ്ട്രയിൽ നിന്നുള്ള, ഗുജറാത്തിൽ നിന്നുള്ള, രാജസ്ഥാനിൽ നിന്നുള്ള ഡോക്യുമെന്റ്സ് നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ആർഗ്യുമെന്റ് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം അവിടുത്തെ റെക്കോർഡ്സ് പരിശോധിക്കുന്ന സമയത്ത് അവിടേക്കുള്ള രാജ്യങ്ങള് രാജാക്കന്മാര് അവിടുന്നൊക്കെ കർഷകരെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ ഒരു 30% ആയിരിക്കും, 20% ആയിരിക്കാം. അപ്പൊ അതുകൊണ്ട് ജനങ്ങളുടെ കയ്യിൽ നിന്ന് 45% 50% ടാക്സ് വാങ്ങി എന്നുള്ള ഒരു ആർഗ്യുമെന്റ് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റൂല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തെ റീസൺ ആയിട്ട് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സ്റ്റേറ്റിന് ഒരിക്കലും 50% ടാക്സ് എക്സ്ട്രാക്ട് ചെയ്യാൻ കഴിയില്ല എന്നാ പറയുന്നത്. കാരണം എന്താണ്, ഇതിന്റെ ഇടയിൽ മീഡിയേറ്റേഴ്സ് ഉണ്ട്. ഇപ്പൊ ജമീന്ദാർമാരെ പോലുള്ള ആളുകളാണ് ഈ സ്റ്റേറ്റിന്റെയും കർഷകരുടെ ഇടയിൽ നിന്നിട്ടുണ്ടായിരുന്നത്. കർഷകരെ കയ്യിൽ നിന്ന് ടാക്സ് പിരിച്ചെടുത്തിട്ട് ജമീന്ദാർമാരാണത് സ്റ്റേറ്റിന്, രാജാക്കന്മാർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്, സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ടാക്സ്. അപ്പൊ ഇവരെന്താക്കും, പിരിച്ചെടുക്കുന്നതിന് 1% ഇവരെടുക്കും. അപ്പൊ എങ്ങനെ നോക്കിയാലും 50% രാജാക്കന്മാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് ഡൈല്യൂട്ട് ചെയ്ത് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ജമീന്ദാർമാർ അതിന്റെ ഒരു 20% 10% അവരെടുക്കും. എന്നാലും എത്ര ശതമാനം പോവുള്ളൂ? ചിലപ്പോൾ ഒരു 30-35 പോവുള്ളൂ. 50% ടാക്സും പിരിച്ചെടുത്തെന്ന് പറയാൻ പറ്റൂല എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ അവർ പറയുന്ന മറ്റൊരു കാര്യം എന്താ, ഇപ്പൊ തപൻ റായ് ചൗധരിയും ഹബീബും പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറിയ രീതിയിൽ മുഗൾ എസ്പെഷ്യലി അഗ്രികൾച്ചറിന്റെ കാര്യത്തിൽ ഒരു സ്റ്റാഗ്നേഷൻ, ഒരു റിട്ടാർഡേഷൻ, ഒരു ഡീക്ലൈൻ നടന്നിട്ടുണ്ടായിരുന്നു. പറയുന്നത് ചൂഷണം കാരണമായി, എക്സ്പ്ലോയിറ്റേഷൻ കാരണമായിക്കൊണ്ട് കർഷകർക്ക് മാക്സിമം പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ, ക്രോപ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അഗ്രികൾച്ചറിന്റെ തോതിൽ, റേറ്റിൽ, പ്രൊഡക്ഷനിൽ ഡീക്ലൈൻ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഹബീബിനെ പോലെ ചില മാർക്സിയൻ ചരിത്രകാരന്മാർ പറയുന്നത്. അപ്പൊ ഈ റിവിഷനിസ്റ്റുകൾ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ അങ്ങനെ ഒരു ഡീക്ലൈൻ സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് അവർ പറയുന്നത്. അത് അൺഅക്സെപ്റ്റബിൾ ആണ് എന്നാണ് റിവിഷനിസ്റ്റുകൾ പറയുന്നത്. അപ്പൊ ഈ റിവിഷനിസ്റ്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് C.A. ബെയ്ലി. C.A. ബെയ്ലി, അങ്ങനത്തെ ഒരുപാട് ചരിത്രകാരന്മാരുണ്ട് റിവിഷനിസ്റ്റുകൾ. അപ്പൊ C.A. ബെയ്ലിയുടെ ഫേമസ് ആയിട്ടുള്ള ബുക്കാണ് റൂളേഴ്സ് ആൻഡ് ടൗൺസ്മെൻ ആൻഡ് ബാസാർസ് എന്ന് പറയുന്ന ബുക്ക്. അപ്പൊ അതിലാണ് പറയുന്നത് ഈ അഗ്രികൾച്ചറൽ ഡീക്ലൈൻ ഉണ്ടായിരുന്നു എന്ന് ഹബീബ് പറയുന്ന ആർഗ്യുമെന്റിനോട് യോജിക്കാൻ പറ്റില്ല. പക്ഷെ ഗ്രോത്ത് ആണ് അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നത് എന്നൊക്കെയാണ് C.A. ബെയ്ലി പറയുന്നത്. അതേപോലെ തന്നെ C.A. ബെയ്ലിനെ പോലുള്ള റിവിഷനിസ്റ്റുകൾ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെൻട്രലൈസ്ഡ് സ്റ്റേറ്റ് ഒന്നും മിഡീവൽ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ ഹബീബ് പറയുന്ന പോലത്തെ ഒരു ഡൈനാമിക്സോ ഒരു കൊമേഴ്ഷ്യലൈസേഷനോ ഒന്നും ഇന്ത്യയിൽ നടന്നിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ പാരസൈറ്റുകൾ ആയിരുന്നില്ല റൂളിംഗ് ക്ലാസ് എന്നൊക്കെയാണ് ഇവര് പറയുന്നത്. അപ്പം റിവിഷനിസ്റ്റുകൾ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ എന്ത്, ഈ ടാക്സ് കളക്ട് ചെയ്ത് ഡൈല്യൂട്ട് ചെയ്ത് പോയിന്ന്. അപ്പൊ ഈ മുഗൾ സ്റ്റേറ്റിന് പല തരത്തിൽ നെഗോഷിയേറ്റ് ചെയ്യേണ്ടി വന്നു, പല തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഈ ആളുകളുടെ കയ്യിൽ നിന്ന്, ഈ ജമീന്ദാർമാരുടെ കയ്യിൽ നിന്ന് ടാക്സ് കറക്റ്റ് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം അവര് എന്തായിരുന്നു പല അഡ്ജസ്റ്റ്മെന്റുകളും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഈ നോബിൾസിന്റെ കയ്യിൽ, നോബിൾസ് ആണ് ടാക്സ്, അല്ലെങ്കിൽ ഈ നോബിൾസിനെയാണ് നമ്മൾ റൂളിംഗ് ക്ലാസ് എന്ന് വിളിക്കാം. അപ്പൊ അവര് ജമീന്ദാർമാര്, ജാഗീർദാർമാരെ പോലുള്ള ആളുകൾ, അപ്പൊ അവരുടെ കയ്യിൽ നിന്ന് ടാക്സ് കറക്റ്റ് പിടിച്ചെടുക്കാൻ വേണ്ടി ചില അഡ്ജസ്റ്റ്മെന്റുകൾക്ക് ഇവർ റെഡി ആയിട്ടുണ്ടായിരുന്നു എന്നാ. അപ്പം ഈ 50% എന്ന് പറയുന്നിടത്ത് 40% അല്ലെങ്കിൽ 30% കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഓരോട് പ്രശ്നം ഉണ്ടാക്കൂല. ആയിക്കോട്ടെ, നിങ്ങൾ തന്നത് ഓക്കെ എന്ന് പറഞ്ഞ് സ്വീകരിക്കുകയാണ് ചെയ്തിട്ടുണ്ടാകും. അപ്പൊ ആ തരത്തിൽ അഡ്ജസ്റ്റ്മെന്റുകൾ, ഇവരെ നോബിൾസിനെ, റൂളിംഗ് ക്ലാസിനെ വെറുപ്പിക്കാൻ സ്റ്റേറ്റ് റെഡി ആയിട്ടുണ്ടായിരുന്നില്ല എന്നാണ് റിവിഷനിസ്റ്റുകൾ പറയുന്നത്. അത് കാണിക്കുന്നത് സ്റ്റേറ്റിന്റെ വീക്ക്നെസ് ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു സെൻട്രലൈസ്ഡ് സ്റ്റേറ്റ് നിലനിർന്നിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റൂല എന്നാണ് റിവിഷനിസ്റ്റുകൾ പറയുന്നത്. ഇപ്പൊ റിവിഷനിസ്റ്റുകൾ പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഒരു ഏക്കർ ലാൻഡ്, ഒരു ഏക്കർ ഭൂമി ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഏക്കർ ഭൂമിയിൽ നിന്ന് ഇത്ര ഉറുപ്യ ടാക്സ് കിട്ടുമെന്ന് നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും. എത്ര ടാക്സ് ആണ് വരിക എന്ന് നേരത്തെ റെക്കോർഡ് ഉണ്ടായിരിക്കും. പക്ഷെ ഇവര് ഈ ജമീന്ദാർമാരുകള് ടാക്സ് പിരിച്ചു വിടും. ഇപ്പൊ ഒരു ഏക്കർ ലാൻഡ്, അതിൽ നിന്ന് മുഗൾ സ്റ്റേറ്റ് അസസ് ചെയ്തു, അളന്ന് തിട്ടപ്പെടുത്തിയ ടാക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഏക്കർ ലാൻഡ് 100 റുപ്യ വരണം എന്നാണ്. പക്ഷെ ജമീന്ദാർമാർ ടാക്സ് കളക്ട് ചെയ്ത് കർഷകരെ കയ്യിൽ നിന്ന് ടാക്സ് ആ ഒരു ഏക്കറിന് 100 റുപ്യ വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ കൊടുക്കുന്നത്, 100 റുപ്യ വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ
ചിലപ്പോൾ കൊടുക്കുക 40 റുപ്യ അല്ലെങ്കിൽ 35 റുപ്യ ആയിരിക്കും ഈ ട്രഷറി കൊണ്ട് സബ്മിറ്റ് ചെയ്യുക. അപ്പം എന്താണ്, ഒരു ഡിസ്പാരിറ്റി ഉണ്ടായിരുന്നു ബിറ്റ്വീൻ അസസ്മെന്റ് ഓഫ് റവന്യൂ ആൻഡ് വാട്ട് വാസ് ആക്ച്വലി കളക്ടഡ്. അതാണ് അതിന്റെ മീനിങ്. ഓക്കെ, അപ്പം കർഷകർ 200 റുപ്യക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, 200 റുപ്യന്റെ മുതൽ അവര് കൃഷി ചെയ്യുന്നുണ്ട്. അപ്പൊ സ്റ്റേറ്റ് ടാക്സ് ആയിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല, അല്ലെങ്കിൽ സ്റ്റേറ്റ് കർഷകരോട് പറയുന്നത് നിങ്ങൾ എന്താക്കണം, 100 റുപ്യ ടാക്സ് തരണം എന്ന് പറയും. 100 റുപ്യെങ്കിലും കിട്ടില്ല, അവിടെ 100 റുപ്യെങ്കിലും ടാക്സ് തരണം എന്ന് പറയും. ആയിക്കോട്ടെ എന്ന് കർഷകർ പറയും. അപ്പൊ ഇത് പിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത് റൂളിംഗ് ക്ലാസ്, ജമീന്ദാർമാരെ, ജാഗിർദാർമാരെ പോലുള്ള ആൾക്കാർ. ഇവരിത് പിരിച്ചെടുത്തു കഴിഞ്ഞാൽ ഇവര് സ്റ്റേറ്റിക്ക് എത്ര കൊടുക്കുക, 40 റുപ്യ അല്ലെങ്കിൽ 50 റുപ്യ ആയിരിക്കും കൊടുക്കുക. അപ്പൊ അവിടെയുള്ള ഒരു ഡിഫറൻസ്. അപ്പൊ അത് കിട്ടിയാലും സ്റ്റേറ്റ് എന്താക്കൂല, പ്രശ്നം ഉണ്ടാക്കൂല, ഓക്കെ എന്ന് പറയും. അപ്പൊ ഇത് കാണിക്കുന്നത് എന്താണ്, വീക്ക്നെസ് ആണെന്നാണ് ഇവര് പറയുന്നത്, റിവിഷനിസ്റ്റുകൾ പറയുന്ന മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. അതേപോലെ തന്നെ ഇവർ റിവിഷനിസ്റ്റുകൾ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടൗണുകൾ ഉണ്ടാവാനുള്ള കാരണം, കൊമേഴ്ഷ്യലൈസേഷൻ ഒക്കെ നടക്കാനുള്ള കാരണം ഈ റൂളിംഗ് ക്ലാസിന്റെ ലക്ഷറിയോടുള്ള ആർത്തിയല്ല, പകരം എന്താണ്, ഈ കർഷകര് അതേപോലെ തന്നെ കച്ചവടക്കാരായിട്ടുള്ള ആളുകള്, കരകൗശല നിർമ്മാണ മേഖലയിൽ ഏർപ്പെടുന്ന ആളുകളൊക്കെ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കർഷകർ ഒരുപാട് ഗോതമ്പ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഹാൻഡിക്രാഫ്റ്റ്സിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ആളുകൾ മാല, ഓർണമെന്റ്സ് പോലുള്ള സാധനങ്ങള്, വീവേഴ്സ് ഒരുപാട് ഡ്രസ്സുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, മാനുഫാക്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് കാരണമായിക്കൊണ്ടാണ് മാർക്കറ്റുകൾ ഉണ്ടായത്, അല്ലാതെ ഈ ആർത്തി കാരണമാണ്, ലക്ഷറി കാരണമാണ്, റൂളിംഗ് ക്ലാസിന്റെ ലക്ഷറി കാരണമാണ്, ഹബീബ് പറയുന്ന പോലെ റൂളിംഗ് ക്ലാസിന്റെ ലക്ഷറി കാരണമാണ് ഉണ്ടായത് എന്ന് പറയാൻ പറ്റൂല എന്നാണ് ആര് പറയുന്നത്, റിവിഷനിസ്റ്റുകൾ പറയുന്ന മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. അതേപോലെ തന്നെ അന്നത്തെ കാലഘട്ടത്തിൽ എന്താണ്, ഒരുപാട് കച്ചവടക്കാരായിട്ടുള്ള ആളുകൾ ഈ കൃഷിക്കാർക്കും അതേപോലെ തന്നെ കരകൗശല നിർമ്മാണ മേഖലയിൽ ഏർപ്പെട്ടിട്ടുള്ള ആളുകൾക്കും പണം ഫണ്ട് ചെയ്തിട്ടുണ്ടായി, കൊടുത്തിട്ടുണ്ടായി. അവർക്ക് അഡ്വാൻസ് കൊടുക്കും. അതായത് അടുത്ത മാസം വരുമ്പോൾ ഞങ്ങൾക്ക് 10 കിലോ ഗോതമ്പ് വേണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൂടുതൽ 10 കിലോ ഗോതമ്പ് വേണം. അടുത്ത മാസം വരുമ്പോൾ ഞങ്ങൾക്ക് ഇത്ര ഷർട്ട് വേണം, ഇത്ര മുണ്ട് വേണം, ഇത്ര പാന്റ്, ഇത്ര ജുബ്ബ വേണം, കുർത്ത വേണം എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഈ തരത്തിലുള്ള മാലകൾ ഞങ്ങൾക്ക് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളെ കൊണ്ട് അത് പ്രൊഡ്യൂസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പൈസ അഡ്വാൻസ് ആയിട്ട് നൽകിക്കൊണ്ട് ആളുകളെ കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ കാരണമായിക്കൊണ്ടാണ് മിഡീവൽ പീരീഡിൽ എക്കണോമി കുറെ കൂടെ ബൂസ്റ്റ് ആയത്, സ്ട്രെങ്തൻ ആയിട്ടുണ്ടായിരുന്നത്. അതല്ലാതെ റൂളിംഗ് ക്ലാസിന്റെ ലക്ഷറി അല്ല എന്നാണ് പറയുന്നത്. ആ സമയത്ത് കർഷകർക്ക് അവരുടെ കയ്യിൽ ഒരുപാട് പണം ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഈ കച്ചവടക്കാര്, അവര് പണക്കാരായിട്ടുള്ള ആളുകൾ, അവര് മുഗൾ എംപറേഴ്സിന് വരെ പൈസ കടം കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് റിവിഷനിസ്റ്റുകൾ പറയുന്നത്. അപ്പൊ അത്രയും വെൽത്തി ആയിരുന്നു. അപ്പൊ ഇവര് ഈ കച്ചവടക്കാര് അവരെന്താക്കി, പൈസ അഡ്വാൻസ് ആയിട്ട് കൊടുത്ത് ആളുകളെ കൊണ്ട് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യിപ്പിച്ചു എന്നാണ് റിവിഷനിസ്റ്റുകൾ പറയുന്നത്. അപ്പൊ ഇതൊക്കെ കാരണമായിക്കൊണ്ടാണ് മിഡീവൽ എക്കണോമിയിൽ ചേഞ്ച് വരുന്നത് എന്നാണ് ഇവര് റിവിഷനിസ്റ്റുകൾ പറയുന്നത്. ഇനി ഇന്ത്യൻ എക്കണോമിക് ഹിസ്റ്ററിയിൽ വന്ന പുതിയ ട്രെൻഡുകൾ ഏതൊക്കെയാണ്? സോഷ്യൽ ആന്ത്രപ്പോളജി, എത്നോ ഹിസ്റ്ററി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പുതിയ ട്രെൻഡുകളാണ്. അപ്പൊ ഈ ട്രെൻഡുകൾ എന്ന് പറഞ്ഞാൽ ഇതിന്റെ സോഷ്യൽ ആന്ത്രപ്പോളജി, എത്നോ ഹിസ്റ്ററി എന്നൊക്കെ പറഞ്ഞാൽ ഒരു പ്രദേശത്തെ ആളുകളെ സ്റ്റഡി ചെയ്യുക, അതിനാണ് സോഷ്യൽ ആന്ത്രപ്പോളജി, എത്നോ ഹിസ്റ്ററി എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ കർഷകര് ഒരു ഗ്രാമത്തിൽ അവർ മാത്രമായിട്ട് നിൽക്കും. ഈ വീവേഴ്സ് ആയിട്ടുള്ള ആളുകൾ അവര് ഒരു ഗ്രാമത്തിൽ അവർ നിൽക്കും. അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ സ്പെസിഫൈഡ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടായിരുന്നു. ഈ ഏരിയാസ് ബേസ് ചെയ്തിട്ട് ഇപ്പൊ നമ്മളിപ്പോ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ കാണാം, ഇങ്ങനത്തെ ഒരു ട്രെൻഡ് നമുക്ക് കാണാൻ കഴിയും അല്ലെ. ഇപ്പം ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്താണ്, ഈ ടെക്സ്റ്റൈൽ മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആളുകളെല്ലാം ഒരു സ്ഥലത്ത് വീടുകൾ വെച്ച് താമസിക്കുക ചെയ്യുക. അവരവരുടെ വീടുകളിൽ തന്നെ ഈ വസ്ത്രങ്ങളൊക്കെ നെയ്യുന്ന മെഷീനൊക്കെ വെച്ചിട്ട് അങ്ങനെ അവർ ഒരുമിച്ച് ജീവിക്കുക ചെയ്യുക. അപ്പൊ അതേപോലെ അങ്ങനെയുള്ള ഗ്രൂപ്പിന്റെ അടുത്തോട്ട് വരിക, അവരെ പഠിക്കുക, അതിനെയാണ് സോഷ്യൽ ആന്ത്രപ്പോളജി, എത്നോ ഹിസ്റ്ററി എന്ന് വിളിക്കുക. അപ്പൊ അവരിൽ നിന്ന് നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടും. അങ്ങനെയുള്ള ആളുകളെ തന്നെയാണ് നമ്മൾ ലീനേജ് ഗ്രൂപ്പ് എന്നൊക്കെ വിളിക്കുക. അപ്പൊ ഈ ലീനേജ് ഗ്രൂപ്പുകൾ, എത്നോ ഹിസ്റ്ററിയുടെയും സോഷ്യൽ ആന്ത്രപ്പോളജിന്റെ ഒക്കെ ഒരു മെയിൻ സ്റ്റഡി എന്ന് പറയുന്നത് ഈ ലീനേജ് ഗ്രൂപ്പ്, അതായത് ഫാമിലീസിനെ, ഒരുമിച്ച് ജീവിക്കുന്ന ആളുകളെ പറ്റിയിട്ട് പഠിക്കുക. അതേപോലെ തന്നെ ഈ ടെമ്പിൾസ്, വലിയ വലിയ തറവാടുകള്, ഇതൊക്കെ എക്കണോമിയിൽ ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് പിന്നീട് വന്ന ചരിത്രകാരന്മാര് പഠിച്ചിട്ടുണ്ടായിരുന്നു. അവരെങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എക്കണോമി എന്നുള്ള കാര്യങ്ങൾ ചരിത്രകാരന്മാര് പഠിച്ചിട്ടുണ്ടായിരുന്നു.
അതേപോലെ റീജിയണൽ സ്റ്റഡീസ്, ബംഗാളിലും ഹൈദരാബാദിലൊക്കെ എങ്ങനെയാണ് ട്രേഡും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടും, കമ്മ്യൂണിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് ടെമ്പിളുകൾ, ഇതിനൊക്കെ കമ്മ്യൂണിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇതിനൊക്കെ ഇപ്പം ടെമ്പിളുകൾ ബെസ്റ്റ് എക്സാമ്പിൾ ആണ്, കമ്മ്യൂണിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ. ഈ ടെമ്പിളുകൾ എന്താക്കിയിട്ടുണ്ട്, ഒരുപാട് ഏക്കർ ലാൻഡ് കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരുപാട് ഏക്കർ ലാൻഡ്. ഇപ്പൊ നമ്മൾ ഈ ബ്രഹ്മദയ എന്ന് പറയുന്ന അല്ലെങ്കിൽ അഗ്രഹാര എന്നൊക്കെ പറയുന്ന ലാൻഡിനെ പറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ബ്രഹ്മദയ, അഗ്രഹാര എന്നൊക്കെ പറയുന്ന എന്താണ്, ലാൻഡുകൾ ടെമ്പിൾസിന് കൊടുക്കുക, ബ്രാഹ്മണന്മാർക്ക് കൊടുക്കുക, അതിനാണ് അത് ഈ പേരിട്ട് വിളിച്ചിരുന്നത്. അപ്പൊ ഈ ടെമ്പിൾസിന്റെ കയ്യിൽ ഒരുപാട് ഏക്കർ ലാൻഡ് ഉണ്ടായിരുന്നു, അവര് ഈ ലാൻഡിൽ കൃഷി ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു കർഷകരെ ഉപയോഗിച്ചുകൊണ്ട്. അപ്പൊ എങ്ങനെയാണ് ടെമ്പിളുകൾ ഇതേപോലെ റിസോഴ്സുകൾ ആക്സസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നതിനെ പറ്റിയിട്ട് ഒക്കെ പഠനങ്ങൾ നടന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഇന്ത്യൻ എക്കണോമിക് ഹിസ്റ്ററിയിൽ നടന്നിട്ടുണ്ടായിരുന്ന പുതിയ ട്രെൻഡുകൾ. ഇത്രയാണ്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇതോട് കൂടിയിട്ട് നിങ്ങളുടെ സെക്കൻഡ് യൂണിറ്റ് അവസാനിക്കുകയാണ്. താങ്ക് യു.